നല്ലൊരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മന്തി നമ്മൾ പല രീതിയിലും ഉണ്ടാക്കും. അതിൽ കൂടുതൽ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊരു വലിയ പീസുകളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ചിക്കന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് 2-3 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ച് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ ഒന്ന് സോഫ്റ്റായി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണത്തിലും ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ചിക്കൻ സ്റ്റോക്ക് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 സവാള, 1 കാപ്സിക്കം, 6 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ പുതിനയില. സവാളയും കാപ്സിക്കവും മല്ലിയിലയും എല്ലാം വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ഒരു നാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പ്. ചിക്കൻ സ്റ്റോക്കിൽ നല്ല പോലെ ഉപ്പുണ്ടാവും, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പേ പിന്നീട് ആവശ്യമായിട്ട് വരുള്ളൂ. അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇനി ഒരു 5-6 തുള്ളി റെഡ് കളറും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഈ സമയം തന്നെ നമുക്ക് ചോറിനുള്ള അരിയും കുതിർത്ത് വെക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല ഇനം ബസ്മതി അരി തന്നെ വാങ്ങാൻ നോക്കണം. അരി ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുത്ത് വെള്ളമൊഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു കഷ്ണത്തിൻ്റെ മുകളിൽ മറ്റൊരു കഷ്ണം വരാത്ത രീതിയിൽ വേണം വെക്കാൻ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അരി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പച്ചമല്ലി, 6-7 ഏലക്ക, ഗ്രാമ്പു, പട്ട, 2 ബേ ലീഫ് ഇതുകൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അരമുറി നാരങ്ങ നീര്, 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതും കൂടി വെച്ച് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ ഒരു ഭാഗം കുറച്ച് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം. ചിക്കൻ ഇപ്പോൾ 2 ഭാഗവും ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അരി പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഊറ്റിയെടുക്കാം. ഏകദേശം നമ്മൾ കഴിക്കുന്ന ആ ഒരു വേവ് ആവുന്ന സമയത്ത് വേണം ഊറ്റിയെടുക്കാൻ. ഇനി ചിക്കനിന് മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചോറ് മുഴുവനായിട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കലക്കി ചോറിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചോറിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 4-5 പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഒരു ചെറിയ പാത്രം നടുക്ക് വെച്ച് ഒരു ചാർക്കോളോ കരിക്കട്ടയോ എടുത്ത് കത്തിച്ച് കനലാക്കിയിട്ട് ഇതുപോലെ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പുകച്ചെടുക്കാം. പുക പുറത്ത് പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായി അടച്ചു വെക്കണം. ഇനി തീ ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. ചിക്കൻ പീസൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റുള്ളൊരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.